എന്തൊരു തലവേദന ഇത്, കുറെ നാളായിട്ട് ഇല്ലായിരുന്നു. അതെങ്ങനെയാ ആ കാട്ടുപോത്ത് വന്നതിൽ പിന്നെ എനിക്ക് എന്നും അങ്ങ് തലവേദന. എൻ്റെ തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് എവിടെ? ആ, കിട്ടി. ദേ ജീവ, ഇനി അധിക ദിവസമില്ല കുട്ടികളുടെ എൻഗേജ്മെന്റിന്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദിവസമെല്ലാം അങ്ങ് പോവും. അത് നീ പറഞ്ഞത് നേരാ. ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഒരു നോട്ടവും കൂടി വേണം. അതെ, ഈ പിള്ളേർ ഇതുവരെ റെഡിയായി ഇറങ്ങിയില്ലേ? നിരൂപേ, നിരഞ്ജ, കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഒരുക്കം? നിന്റെ ഒന്നും കല്യാണം ഒന്നും അല്ല ഇത്രയ്ക്ക് ഒരുങ്ങാൻ. കണ്ണാടി കണ്ട രണ്ട് കണക്കാ. ആ ഇതാ വരുന്നു വെച്ചാ. നിമ്മി, ഇനി നമ്മുടെ പുത്രിമാരെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ദേ, ഞങ്ങൾ രണ്ടു കൂട്ടർക്കും എൻഗേജ്മെന്റ് പറയാൻ ബന്ധുവീട്ടുകളിൽ പോകേണ്ടതുകൊണ്ടാണ് നിങ്ങളെ ഡ്രസ്സ് എടുക്കാൻ വിടുന്നത്. വേണ്ടതെടുത്തിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേഗം ഇങ്ങോട്ട് തന്നെ വരണം, കേട്ടല്ലോ? മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഞാനാ. ആഹാ, അതൊക്കെ പിന്നെ. ഇത് നിന്റെ ചേട്ടനല്ലേ, അവന്റെ ആവശ്യങ്ങൾക്ക് നീ അല്ലാതെ പിന്നെ ആരാ ഓടുക? അയ്യോ, ഇനി കഥയും പുരാണോന്നും പറയണ്ട, ഞാൻ പൊയ്ക്കോളാവേ. കുക്കുമോളെ, പിന്നെ ഡ്രസ്സ് എടുത്തതിന് ശേഷം ഡ്രസ്സിന്റെ ഫോട്ടോ സിദ്ധാർത്ഥ മോനെ അയച്ചു കൊടുക്കണം കേട്ടോ. മോന് ഡ്രസ്സ് എടുക്കാനുള്ളതാ. ആ ശരി അമ്മേ. അയ്യോ, ഒരു സിദ്ധാർത്ഥമോൻ. ഞാനും രോഗി വായി നോക്കി. നിരഞ്ജനേട്ടാ. മീനാക്ഷി. ഓ, ഇവളെപ്പിട്ടേ വന്നോ? ഇവളക്ഷി മറുത വടയക്ഷി. ആഹാ, മീനാക്ഷി മോളോ, എന്താ പെട്ടെന്ന്? ഇതെന്താ ഒന്നും പറയാതെ വന്നത്? എന്റെ സീമെ, ഈ പെണ്ണ് എനിക്ക് അവിടെ സ്വസ്ഥത തരുന്നില്ല. നിരൂപേട്ടന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുക്കാൻ പോണോന്നും പറഞ്ഞ് എനിക്ക് എവിടെ ഇതിനൊക്കെ നേരം. ഹോസ്പിറ്റലാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവളോട് പോയി എടുക്കാൻ പറഞ്ഞാൽ അതവർക്ക് പറ്റില്ല. പിന്നെ ഇന്നലെ ജീവനളയെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇവര് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇവളെ കൂടി ഇവരുടെ കൂടെ വിടാന്ന് കരുതി. അതെന്തായാലും നന്നായി, ഇവർക്കൊരു കൂട്ടാവുമല്ലോ. ഓ, നൈസായിട്ട് പണിതല്ലേ. നിരഞ്ജനേട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? ഇവളെന്തിനാ അങ്ങേരുടെ കൈ കയറി പിടിക്കുന്നത്? അയ്യ, നിന്ന് കൊടുക്ക അങ്ങേര്, നാണയില്ലാത്ത മനുഷ്യൻ. എങ്കി വാ, നമുക്ക് ഇറങ്ങാം. സ്മൃതി, വാടോ. ആ ഏട്ടാ. മോളെ മീനു, പൈസ വേണ്ടേ? ഇങ്ങ് വന്നേ. ആ അച്ഛാ. അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ നിരഞ്ജന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ നോക്ക്. അതിനായി ഇല്ലാത്ത കാരണം പറഞ്ഞ നിന്നെ അവരുടെ കൂടെ വിടുന്നത്. ആ അച്ഛാ, ഞാൻ ഏറ്റു. അളിയൻ ഹോസ്പിറ്റലിലേക്കാണോ? ആളെയാ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുമായിരുന്നു. ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യണം. ആ ആ അതിനെന്താ അളിയാ, അളിയൻ പറഞ്ഞാൽ മതി. ഞാൻ എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ? ആ ശരി, എന്നാളിയാ. നിരുപേട്ട, ഞാനും കുക്കും മീനാക്ഷിയും പുറകിലിരുന്നോളാം. ഏട്ടനും നിരഞ്ജനും ഫ്രണ്ടിലിരുന്നോ. എന്റെ സ്മൃതി, താനൊരു സംഭവം. ഞാൻ പറയാൻ വന്നത് താൻ ക്യാച്ച് ചെയ്തു. അവളെങ്ങാനും അവന്റെ കൂടെ പുറകെ ഇരുന്നാലേ കുക്ക് പോസ്റ്റായിപ്പോ. പോരാത്തതിന് നിരഞ്ജനം സൗകര്യം കൊടുക്കൂല അവള്. ആ അത് ശരിയാ, താൻ വാ. ഡാ നിരഞ്ജ, വണ്ടി എടുക്ക്. നിരുപേട്ട, ഏട്ടൻ എവിടെ ഇരിക്കണോ? സ്മൃതി ചേച്ചിയുടെ അടുത്തിരിക്കാം. ഏയ് വേണ്ട മോളെ, നിങ്ങൾ എല്ലാരും കൂടി അവിടെ ഇരുന്നോ. ഞാൻ ഇവിടെ ഇവന്റെ കൂടെ ഇരുന്നോളാം. ആ, എന്നാല് തിരിച്ചു വരുമ്പം ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോട്ടെ. ആ, മോളിരുന്നോ. തിരിച്ചു വരുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്യും. നിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇരുത്താം മോളെ മീനാച്ചി. ഓ, ആ മാക്രിക്കുഞ്ഞൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്തിനു പറയുന്നു, നോക്കുന്നത് കൂടിയില്ല. അല്ല, അവള് നോക്കിയില്ലേ ഇപ്പൊ എനിക്കെന്താ? ഈ പുറകിലിരിക്കുന്നവരെന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൂടെ? ആഹാ, ബെസ്റ്റ്. നല്ല ചോദ്യം. കുക്കു മീനാക്ഷി ഒരേ കോളേജിലാണ് ഏട്ടാ, പക്ഷേ നേരിക്കണ്ട മിണ്ടൂല. അതെന്താ അങ്ങനെ? രണ്ടാളും നമ്പർ 1 എനിമീസാ. ആഹാ, അതെന്താ സംഭവം? അത് കഴിഞ്ഞ കോളേജ് ഡേക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ. കുക്കുവിനായിരുന്നു അന്ന് ഡാൻസിന് ഫസ്റ്റ്. അത് ഇവൾക്ക് വേണോന്ന് പറഞ്ഞ് ക്യാഷ് കൊടുത്ത് റിസൾട്ട് മറിക്കാനൊക്കെ നോക്കി എന്നാ കേട്ടത്. അതറിഞ്ഞ പിള്ളേര് പ്രശ്നം ഉണ്ടാക്കി, പ്രത്യേകിച്ച് കുക്കുവിന്റെ ഫാൻസ്. ഫാൻസോ? ഇവക്കോ? ആന്നേ, കുക്കുവിന് അവിടെ കുറച്ച് ഫാൻസ് കൂടുതലാണ് നിരഞ്ജ. ബെസ്റ്റ് ഫാൻസ് ഉണ്ടാവാൻ ഇവളാര് സെലിബ്രിറ്റിയോ? ഇണ്ടാതിരിക്കടാ ഒന്ന്. സ്മൃതി, നീ പറ, എന്നിട്ട്? ആ, അന്ന് ഫസ്റ്റിനെ ചൊല്ലി അവിടെ ഭയങ്കര വഴക്കായിരുന്നു മീനു കുക്കുവിനോട്. അന്നത്തെ വഴക്കില് മീനുവിന്റെ മൂക്കിന്റെ പാലം കുക്കു അങ്ങ് തകർത്തു.
അന്ന് മുതല് ഇവര് നമ്പർ 1 ശത്രുക്കളാണ്. അതിനിവർക്ക് സസ്പെൻഷനും കിട്ടിയായിരുന്നു. കോളേജ് ആകുമ്പം ക്ലാസ് മാത്രമല്ല, അടിയും പിടിയും സസ്പെൻഷനും കോളേജ് റൊമാൻസും ഒക്കെ ടേസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാ കോളേജിൽ പോകുന്നത്. ആഹാ, അത് ന്യായം. ആ വാ, സ്ഥലം എത്തി. നിരഞ്ജനേട്ടാ, എന്താ മീനു? ഏട്ടൻ എന്ത് ഡ്രസ്സാ എടുക്കുന്നേ? എന്തേ അങ്ങനെ തുണിയില്ലാതെ വരാൻ പോവാ ഒരു വെറൈറ്റിക്ക്? ആ, ഏതേലും എടുക്കണം. ഏട്ടന്റെ എൻഗേജ്മെന്റ് അല്ലേ, ഏട്ടനല്ലേ ഗ്ലാമർ ആയിട്ട് നിൽക്കേണ്ടത്. ആ, അത് ശരിയാ. എന്നാലും നിരഞ്ജനേട്ടൻ എന്ത് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയാ. നമുക്ക് ഒരേ കളർ ഡ്രസ് എടുക്കാമേ. കൊച്ചിന്റെ വായിന്നങ്ങ് തേനൊഴുകുക. നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കടി. എന്താ കുക്കു? അവളുടെ വായിന്ന് തേനൊഴുകുന്നു. ഒരു ബക്കറ്റ് പിടിച്ചു കൊടുക്കേണ്ട ചേച്ചി. നാശം പിടിക്കാൻ എന്ത് ഒലിപ്പീര. അതിനിപ്പോ നിനക്കെന്താ? അവൻ കെട്ടാൻ പോകുന്ന കുട്ടിയല്ലേ. എനിക്കൊന്നുമില്ല, അവളുടെ ഒലിപ്പീര് കണ്ടപ്പോ പറഞ്ഞതാ. പിന്നെ കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ, കെട്ടിയില്ലല്ലോ. ഇപ്പോഴേ കെട്ടിയ പോലെ അവളുടെ നടപ്പ്. അല്ല, നിരഞ്ജൻ മീനാക്ഷിയായിട്ട് എടുക്കുന്നതിന് കുക്കുവിന് എന്താ പ്രശ്നം? സംതിങ് ഫിഷി. ആദ്യം കുക്കുവിന് സ്മൃതിക്കുള്ളത് എടുക്കാം, എന്നിട്ട് എന്റെ ഡ്രസ്സ് എടുക്കാം. ആ നിരുപേട്ട, ആദ്യം ചേച്ചിക്ക് നോക്കാം. ചേച്ചി സാരി വേണോ ലഹങ്ക വേണോ? ലഹങ്ക പോരെ സ്മൃതി, സാരി കല്യാണത്തിന് എടുത്താ പോരെ? ആ നിരുപേട്ട, അത് മതി. രണ്ടിനെയും തൽക്കാലം ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാം. കുറച്ച് റൊമാൻസ് വർക്കൗട്ട് ആവട്ടെ. ആ ഏട്ടാ, നിങ്ങൾ ഡ്രസ് എടുക്ക്. എന്നത് സിദ്ധാർത്ഥേട്ടൻ വിളിക്കുന്നു. ആ ചേച്ചി, ആ ബ്ലൂ കളർ എടുത്തേ. ആ പിന്നെ റെഡും കൂടി. എന്റെ ഏട്ടാ, എല്ലാം കൂടി ഇങ്ങനെ വലിച്ചു വാരി ഇടണ്ട. ഇവർക്ക് ഇതൊക്കെ പിന്നെ എടുത്ത് വെക്കേണ്ടതല്ലേ. ഓ സോറി, ഞാനത് ഓർത്തില്ല. എനിക്കെന്തോ ഈ കളറൊന്നും പിടിക്കുന്നില്ല. ഏട്ടന് ഏത് കളറാ ഇഷ്ടം? അതോ, ഞാൻ ഇന്നലെ ഒരു സാധനം തന്നപ്പം ഒരാളുടെ കവിള് ചുവന്ന തൊടുത്തില്ലേ, ആ കളർ എന്റെ കിട്ടുമോ? ഒന്ന് പോയ ഏട്ടാ, ആരെങ്കിലും കേൾക്കും. പിന്നെ കേട്ടപ്പോ എനിക്കെന്താ, ഞാൻ എന്റെ പെണ്ണിനോടല്ലേ പറഞ്ഞത്, അല്ലാണ്ട് വല്ലാണ്ട് പെണ്ണിനോടല്ലല്ലോ. ഈ ഏട്ടനെ കൊണ്ട് ഷോ, എന്റെ സ്മൃതിമൊക്കെ നാണം വന്നല്ലോ. അതിന് ഞാനിപ്പോ ഇന്നലെ തന്ന സാധനം തന്നില്ലല്ലോ. ആ സാരമില്ല, വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ തരാട്ടോ. ദേ ഏട്ടാ, വേണ്ടാട്ടോ. ഡ്രസ് എടുക്ക് വേഗം, എന്നിട്ട് പോകാം. ആഹാ, തരാന്ന് പറഞ്ഞപ്പം ധൃതിയായല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഒന്ന് മിണ്ടാതിരിക്കും. ചേച്ചി ഇതാ ആ ഡ്രസ് എടുത്തോ. ഓ കട്ട പോസ്റ്റ്. എന്താ ചെയ്യാ, ആരെയും ഫോൺ വിളിച്ചങ്ങ് ശല്യം ചെയ്യാം. ഇതിപ്പോ ആരാ? ഹലോ, ആ ഡ്രസ് എടുക്കാൻ വന്നേക്കുവാ. ഇവള് താരോടാ ഫോണില്? നിരഞ്ജനേട്ടാ, ആ ലെഹങ്ക കൊള്ളാല്ലേ? ആ ആ കൊള്ളാം, നീ ആ ഡ്രസ്സ് നോക്ക്, ഞാനിപ്പോ വരാം. എവിടെ പോവാ? ആ അത് ഒരു കോള് ചെയ്യാനുണ്ട്, എമർജൻസിയാ. ആ ശരി ശരി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഹോ, പീഡിപ്പിച്ചു കളഞ്ഞല്ലോ നിങ്ങൾ എന്നെ. പേടിപ്പിച്ചതല്ലേ ഉള്ളൂ, പീഡിപ്പിച്ചില്ലല്ലോ. നീ എന്തെടുക്കുവാ ഇവിടെ? തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? ഫോൺ ചെയ്യുമായിരുന്നു. ആരെ? ഇത് കൊള്ളാം. ഞാൻ ആരെയൊക്കെ വിളിക്കുന്നു നിങ്ങൾ അറിയിക്കണം. ആ അത് അങ്ങനെയല്ല, ഞാൻ ചോദിച്ചതാ. സിദ്ധാർത്ഥേട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു ഡ്രസ് എടുത്തോന്ന് അറിയാൻ വേണ്ടി. എടുത്ത അവന് ഫോട്ടോ അയക്കുമല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? എന്നെ കെട്ടാൻ പോകുന്ന ആള് എന്നെ വിളിക്കുന്നതിന് ഇയാൾക്കെന്താ? ഇത് നല്ല കൂത്ത്. മാറി നിക്കടോ അങ്ങോട്ട്. ആ അത് ശരിയാണല്ലോ, അവളെ കെട്ടാൻ പോകുന്നവൻ അവളെ വിളിക്കുന്നതിന് എനിക്കിപ്പോ എന്താ? നിരഞ്ജ, നിനക്കിതെന്താ പറ്റിയേ? പോകാൻ പറ അവളോട്. ആ ഏട്ടെത്തി. ഏട്ടെത്തി എപ്പോ വന്നു? ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ വന്നത്. ആ അതെയല്ലേ. നീ എന്താ നിരഞ്ജൻ നിന്ന് വിയർക്കുന്നത്? നീ എന്തെടുക്കുമായിരുന്നു ഇവിടെ? ഏയ് ഒന്നുമില്ല ഏട്ടത്തി, നല്ല നല്ല ചൂടല്ലേ, അതാവും. ചൂടോ? ഈ മഴയത്തോ? ആഹാ, മഴയാണല്ലേ. പിന്നെ ഏട്ടത്തി ഡ്രസ് എടുത്തോ? വാ നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഞങ്ങൾ എടുത്തു. നിന്നെ ഗുഗുവിനെ കാണാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അവളിപ്പോ അങ്ങ് പോയല്ലോ. അത് ഞാൻ കണ്ടു. അതാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണല്ലേ, എങ്കി വാ ഏട്ടത്തി. ചെല്ല് ചെല്ല്. ഇന്ന് ഞാൻ എടുത്തോളാം മോനെ ഡോക്ടർ കുട്ടാ. ഡ്രസ് എടുത്തോ ഏട്ടാ? ആ മോളെ എടുത്തു, ഇനി മോക്ക് നോക്കാം. ചേച്ചിയുടെ ആ നീല ലെഹങ്ക എടുത്തത്.
ചേച്ചി ആ പീച്ച് കളർ ലെഹങ്ക എടുത്തേ. ഹായ്, ഈ കളർ കൊള്ളാലോ. കൊള്ളാലോ, ഇയാൾക്ക് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ. ഇതെനിക്കാണോ നിരഞ്ജനേട്ടാ? ആ, ഇത് നിനക്ക് വേറെ നോക്കാം. ഇത് ഇത് കൃതികയ്ക്ക് ചേരും. എങ്കിൽ പിന്നെ നിരഞ്ജനം മീനുവിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് പോകാം. റിങ് അച്ഛനും അമ്മയും വന്ന് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജനേട്ടാ, ഇതെങ്ങനെയുണ്ട്? ആ, കൊള്ളാം. ചേച്ചി, ഈ ഫാഷൻ ഷോ എപ്പ തീരും? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ മോളെ, കുരിശ് തലയിലായി പോയില്ലേ. എട്ടാവാ, നമുക്ക് ആ സെക്ഷനിൽ പോയി നോക്കാം. ഓ, ഇവളെന്തിനാ ഇങ്ങനെ എപ്പോഴും കയറി പിടിക്കുന്നത്? അതിന് ഇങ്ങനെ എന്തിനാ നിന്ന് കൊടുക്കുന്നത്? വഷള പോണ പോക്ക് കണ്ടില്ലേ രണ്ടും. ഇങ്ങനെ എന്ന് ഞാൻ ഇഷ്ടിക കയറി അവളെ വിളിച്ച ഉടനെ കൂടെ പോകാൻ ഇയാളെന്താ കറണ്ടോ? കാറ്റടിക്കുമ്പോ ഉടനെ അങ്ങ് പോകാൻ. കുക്കു വാ, നമുക്കൊരു ഷേക്ക് കുടിക്കാം. ആ ഏട്ടാ, ഞാൻ ഇപ്പൊ വരാവേ, ഇപ്പൊ വരാം. മൃതി, എന്തേലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. രണ്ടിന്റെയും പരിങ്ങലും ഈ വഴക്കും പോക്കും എല്ലാം കൂടി വായിക്കുമ്പോ ആ, എവിടം വരെ പോകും നോക്കാം. ഈ ഷർട്ട് ഏട്ടന് നന്നായിട്ട് ചേരും. അങ്ങേർക്ക് ഏത് ഷർട്ട് ഇട്ടാലും ചേരും. അതിനി നിന്റെ ശുപാർശ വേണ്ടടി വെള്ളപ്പാറ്റ്. നിക്കണ നോക്ക് രണ്ടും മുട്ടി ഒരുമി. എന്റെ അടുത്ത് നിൽക്കുമ്പോ അങ്ങേർക്ക് എവിടെ നിന്നൊക്കെ ചോർച്ചില്ലെന്ന് അങ്ങേർക്ക് പോലും അറിയില്ല. ഇപ്പൊ കണ്ടില്ലേ പാറപ്പുറത്ത് ഓന്തിരിക്കുന്നത് പോലെ അവളടുത്ത് പോയി നിൽക്കുന്നത്. ഏട്ടാ, ഈ ഷർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ തന്നെ ഒരുപാട് ഷർട്ട് ആയില്ലേ മീനു, ഇത് മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, വേഗം പോയിട്ടോണ്ട് വാ. ഞാനും വരണോ? ഓഹോ, കഥ അവിടം വരെ ആയോ? ഇവളെ ഇന്ന് ഞാൻ നിരഞ്ജനേട്ടാ. ആ, എന്താ കുക്കു? അത് പിന്നെ ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? അതൊരല്പം പേഴ്സണൽ മാറ്റർ ആണ്. ഏട്ടനൊന്നിങ്ങ് വന്നേ. ആ, ഞാനിപ്പോ ഞാനറിയാത്ത പേഴ്സണൽ മാറ്റർ ഒന്നും നിരഞ്ജനേട്ടനില്ല. എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാ മതി. ആഹാ, അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഇങ്ങ് മാറിയെന്ന മനുഷ്യ. ഇങ്ങേരോട് എനിക്ക് പലതും പറയാനുണ്ടാവും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത്ര അധികാരം എടുക്കാൻ നിന്നെ ഇങ്ങനെ കേട്ടിട്ടൊന്നുമില്ലല്ലോ. കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേ കൃതിക, എന്റെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചാ നീ എന്ത് ചെയ്യടി ചോർത്തവളെ? നിന്നെ ഞാൻ ഇത്രയ്ക്ക് വിസ്തരിച്ച് പറയാൻ എന്ത് കുന്താടി നിനക്ക് എന്റെ ഏട്ടനോട് പറയാനുള്ളത്? അങ്ങേരുടെ പാന്റിന്റെ സിബ് പൊട്ടിക്കിടക്ക, അതൊന്ന് പറയാനാ. എന്തിയെ അവളെ ഒലിപ്പിക്കാൻ നടക്കുന്നു. സിബോ? ആരെ വായി നോക്കി നിൽക്കാ മനുഷ്യ, ഇങ്ങോട്ട് പാടോ. ആ, എന്റെ കൈവിട് കുക്കു, കൈവിട്, എനിക്ക് വേദനിക്കുന്നു. ദേ, ഞാനൊരു കാര്യം പച്ച മലയാളത്തിൽ പറയാം. ഇനി അവളുടെ കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കുടുങ്ങി നടന്ന പാറയപ്പള്ളി മാതാവാണെ നിങ്ങളെ ഞാൻ തട്ടും. അങ്ങേരുടെ ഒരു ഷർട്ട്, ലോകത്ത് ഇങ്ങേര് മാത്രമല്ലേ ഷർട്ട് ഇട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സാരി കൊടുത്താണല്ലോ നടക്കുന്നത്. ഇവക്കിതെന്താ പറ്റിയത്? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഡാ നിരഞ്ജ, അച്ഛൻ വിളിച്ചിരുന്നു. അവരിവിടെ ജ്വല്ലറിയിലുണ്ടെന്ന്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു റിങ് എടുക്കാൻ. ആ ഏട്ടാ, എങ്കിൽ നമുക്ക് പോകാം. ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു. ആ, മക്കളെത്തിയല്ലോ. ഡ്രസ് എടുത്തോ മക്കളെ? ആ, എടുത്തച്ചാ. നിരൂപമോനെ, മോനും സ്മൃതിക്കുള്ള മോതിരം നിങ്ങൾ സെലക്ട് ചെയ്തേ. ഇങ്ങ് വാ. നിരഞ്ജ, കുക്കു, നിങ്ങളിങ്ങ് വന്നേ. എന്താ അമ്മേ? ആ മോനെ, ദാ ഇവന്റെ വിരലിന്റെ പാകത്തിലുള്ള ഒരു മോതിരം എടുത്താൽ മതി കേട്ടോ. ഓക്കെ മാഡം. എന്താ അമ്മ എൻ്റെ അളവില് മോതിരം? അത് പിന്നെ സിദ്ധാർത്ഥമോ വന്നിട്ടില്ലല്ലോ, അളവ് മോതിരം ഇല്ല. മോന്റെയും അവന്റെയും ഒക്കെ കൈ ഒരുപോലെയല്ലേ, അപ്പോ ആ അളവിന് മോതിരം എടുക്കാൻ വേണ്ടിയാ. ഓക്കെ അങ്കിൾ. കുക്കുമോളെ, ഈ മോതിരം മതിയോ സിദ്ധാർത്ഥ മോന്? ആ, മതിയെന്ന് തോന്നുന്നു. ആ, എന്നാ മോളെ ഇതൊന്ന് അവന്റെ കയ്യിലിട്ട് നോക്കിയേ, പാകമാണോന്ന് അറിയട്ടെ. ആ ആന്റി. ആഹാ, കറക്റ്റ് ആണല്ലോ. ഡാ, നീ ആ സ്വർണ്ണ മോതിരം ഒന്ന് ഇങ്ങോട്ട് ഉരിക്കേ. അതെന്തിനാ അമ്മേ? ഒന്നുമില്ലടാ, കുക്കുമോളുടെ അളവിനുള്ള ഒരു മോതിരം സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് കൊടുത്തു വിടണം. മോളുടെ കയ്യിൽ മോതിരം ഇല്ലല്ലോ, അളവ് നോക്കാൻ വേണ്ടിയാ. ആ, നീ ഒന്ന് ഇട്ട് നോക്കിക്കേ. അങ്ങനെ എന്റെ നിരഞ്ജന്റെയും വാവയുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആഹാ, ഇതും കറക്റ്റ് ആണല്ലോ. ഇത് അളവ് കൊടുക്കാം. എന്നാ പാക്ക് ചെയ്യൂ കേട്ടോ. അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പോകാമല്ലോ. ആ, കഴിഞ്ഞു. മീനാക്ഷി മോള് ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങള് വീട്ടിലാക്കാം. ആന്റി, ഞാൻ അവരുടെ കൂടെ. അവര് വീട്ടിലേക്കാ മോളെ, ഞങ്ങള് മോളെ കൊണ്ടാക്കാം. വാ കേറ്.
ആ ശരി അങ്കിൾ. ഓ എൻ്റെ അമ്മേ, ആ മീനാക്ഷി പോയി. സമാധാനമായി. കാറി കയറിയപ്പോ മുതൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. ശ്വാസം വിടാൻ സമ്മതിച്ചില്ല ഏട്ടാ അവള്. മടുത്ത് ഞാൻ. അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേല. ഈയടാ കൊഞ്ചി കൊഞ്ചി നടന്നിട്ട് പറയുന്ന കേട്ടില്ലേ? നിന്റെ അവസ്ഥ കണ്ടപ്പം ശരിക്കും എനിക്ക് പാവം തോന്നി. ഒരു വട്ട് കേസാണ് എൻ്റെ ഏട്ടത്തി. അതിനെങ്ങനെ അതിന്റെ വീട്ടുകാർ സഹിക്കുന്നു എന്തോ. എനിക്കറിയായിരുന്നു അവള് നിന്റെ കൂടെ കാറിലിരിക്കാൻ എന്തെങ്കിലും പണിയൊപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിരൂപേട്ടനോട് ഫ്രണ്ടിലിരുന്നോളാൻ പറഞ്ഞത്. ഓ എൻ്റെ ഏട്ടത്തി ചിറകില്ലാത്ത മാലാകയാണ്, മുത്താണ്. സ്മൃതി, ഇവനെ നീ സൂക്ഷിച്ചോ. ഇപ്പൊ ഇതൊക്കെ പറയും, കുറച്ച് കഴിയുമ്പോ കാണാം അവന്റെ കൂടെ ഒരു പെണ്ണ് വരുമ്പോ നമ്മളെ എടുത്ത് എറിയാതിരുന്നാ ഭാഗ്യം. അയ്യടാ ഒന്ന് പോയാ മനുഷ്യ, എന്റെ ചെറുക്കനെ വല്ല പറഞ്ഞുണ്ടല്ലോ. ആഹാ ബെസ്റ്റ്. ഇപ്പൊ ഇങ്ങനെ ആയോ? ആഹാ കണ്ടല്ലോ, എനിക്ക് ചോദിക്കാനും പറയാനും ഇപ്പൊ ആളുണ്ട്. കേട്ടല്ലോ ചേട്ടാ? ഉവേ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും സെറ്റ്, ഞാനും കുക്കും പുറം പോക്ക്. ആയിക്കോട്ടെ. ആ എങ്കി വാ കേറ്, വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട്. ഈശ്വര, ഇങ്ങേരിതെന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ ഹലോ ഹലോ, കേക്കുന്നില്ല അമ്മ. നിരുപേട്ട കാറൊന്ന് നിർത്തിക്കേ. ആ അമ്മ, ഫോട്ടോ അയച്ചില്ല, ഞാൻ അയച്ചു കൊടുക്കാം. ഇവക്കെന്താ പറ്റിയത്? കുക്കു മോളെ. എന്താ കുക്കു, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല, ഒരു തലവേദന പോലെ. മോളെ ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട ചേച്ചി, വീട്ടിൽ പോവാം. മോളെ നീ ഓക്കെ ആണോ? വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. ആ ഏട്ടാ, ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോകാം. നിരഞ്ജ, നീ ഫ്രണ്ടിലിരുന്നോ, ഞാൻ അവിടെ ഇരിക്കാം. ഏയ് വേണ്ട ഏട്ടത്തി, ഞാൻ നോക്കിക്കോളാം ഇവളെ. ആ താൻ കേറ്, വാ നമുക്ക് വേഗം പോകാം. കുക്കു നീ ഓക്കെ ആണോ? കിടക്കാൻ തോന്നുന്നുണ്ടോ? വേണേല് എന്റെ മടി കിടന്നോ? വേണ്ട ഡോക്ടറെ, ഞാൻ ഓക്കെ ആണ്. സോറി കുക്കു, നമ്മുടെ കാറ്റടിച്ചുണ്ടായ കുഞ്ഞിന്റെ വികൃതികളാ ഇതൊക്കെ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഒന്ന് പോയ മനുഷ്യ. അഴപ്പാറ്റ ഞാൻ വിചാരിച്ച പോലെ അല്ല, കെയറിങ് ആണ്. കുക്കുമോളെ ചെന്ന് റെസ്റ്റ് ചെയ്യട്ടോ. ഇതിപ്പം ഡ്രസ്സ് എടുക്കാനും റിങ് സെലക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് അലഞ്ഞില്ലേ, അതിന്റെ ക്ഷീണമായിരിക്കും. ആ ഏട്ടാ. കുക്കു ടാബ്ലറ്റ് എന്തെങ്കിലും വേണോ? എന്റെ കയ്യിലുണ്ട് ഡോക്ടറെ. ഡാ നീ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പൊയ്ക്കോ, ഞാൻ ഈ വണ്ടി കയറ്റിയിട്ടിട്ട് വരാം. ഓക്കെ ഏട്ടാ. നിരൂപേട്ട, എന്താ സ്മൃതി? ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലും നിരഞ്ജൻ അവനെങ്ങനെ? നോ ചാൻസ്. ഐ നോ ഹിം, ബട്ട് ഐ ഹോപ്പ്. ഇന്ന് ജ്വല്ലറിയിൽ വെച്ച് നടന്ന സീൻ കണ്ടോ? ആ എൻഗേജ്മെന്റ് സീനല്ലേ? കണ്ടു. സത്യം, അത് കണ്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി. സത്യം സ്മൃതി, അവരൊന്നിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ ആഗ്രഹിക്കാനല്ലേ ഏട്ടാ നമുക്ക് പറ്റൂ, അത് നടക്കണമെന്നില്ലല്ലോ. സ്മൃതി. ആ ഏട്ടാ, ഞാൻ പോവാണേ, അമ്മ വിളിക്കുന്നു. ഷേ അങ്ങനെ അങ്ങ് പോയാലോ? എന്താ നിരൂപേട്ട, വീട് ആരെങ്കിലും കാണും? ആരും കാണില്ല, നീ ഒന്ന് അടങ്ങി നിൽക്ക എന്റെ സ്മൃതി കൊച്ചേ. എന്താ നിരൂപേട്ട, അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇല്ല വിടൂല, ഞാനൊരു സാധനം തരാന്ന് പറഞ്ഞായിരുന്നു. ആ പറഞ്ഞായിരുന്നു. വീട്ടിൽ നിരൂപേട്ട അല്ല. ആ എങ്കി ഞാനിപ്പോ തരട്ടെ. ഓഹോ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഈ പരിസര ബോധമില്ലാത്ത മനുഷ്യൻ. എനിക്ക് ഇച്ചിരി ബോധം കുറവാ, ഞാൻ തന്നിട്ടേ പോകൂ. നിരൂപേട്ട വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ സോറി. മാറങ്ങോട്ട്. എന്റെ ഏട്ട, ഇതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. ഒന്ന് പോടാർക്ക. ആഹാ ബെസ്റ്റ്. എനിക്കിതെന്തിന്റെ കേടായിരുന്നു.
എൻ്റെ മാധുരി, ഇന്ന് ആ മീനാക്ഷി എൻ്റെ തല പറിച്ചെടുത്തില്ല എന്നേ ഉള്ളൂ. എന്തൊരു ഷോ ആയിരുന്നു അവിടെ കിടന്ന്. ഞാൻ എങ്ങനെയാ കൺട്രോൾ ചെയ്ത് നിന്നതെന്ന് എനിക്കേ അറിയൂ. അതിനിടയിൽ കുക്കു, അവളാണെങ്കിൽ ചുമ്മാ എൻ്റെ മെക്കിട്ട് കയറുമായിരുന്നു. ഞാനും കയറി, അത് വേറെ കാര്യം. അവൾ ആ സിദ്ധാർത്ഥനെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയുക, അവളെ കെട്ടാൻ പോകുന്ന ആളല്ലേ എനിക്കെന്താണെന്ന്. അല്ല, അവൾ പറഞ്ഞത് ശരിയാണ്, എനിക്കൊന്നുമില്ല. എന്നാലും അവൾ എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാ അവന് കൊടുക്കുന്നത്? എന്നോട് മിണ്ടുമ്പോൾ അവളുടെ മുഖം കാണണം കടന്തൽ കുത്തിയതുപോലെ. അവനോട് സംസാരിക്കുമ്പോൾ അല്ലെ വേറെ ആരോടെങ്കിലും മിണ്ടുമ്പോൾ 500-ന്റെ ബൾബ മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്നത്. അല്ല, എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് അവളെന്തിനാ മീനാക്ഷിയുടെ കൂടെ നടന്നതിന് എൻ്റെ മേലെ കുതിര കയറിയതെന്നാ. അല്ല, ഞാൻ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? പുല്ല്. ഒറ്റപ്പിടിച്ചുള്ള ആ നടപ്പ് കാണുന്നായിരുന്നു ഒരൊറ്റ തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. സത്യം, ഒരു ഒലക്ക ഉണ്ടായിരുന്നില്ല ഞാൻ അവളുടെ തലക്കിട്ടടിച്ചേനെ. അവളുടെ ഒരു നീരഞ്ജനേട്ടൻ വിളി. ഇനി ആ മറുത അങ്ങേരുടെ പുറകെ കണക്കുന്നെങ്ങനെ കണ്ട ഉറപ്പായിട്ട് ഞാൻ വല്ല പാഷാണോ കലക്കി കൊടുക്കും. അതിൻ്റെ കൂടെ അങ്ങേരുടെ ഒടുക്കത്തെ ഷോയിൽ ഞാൻ ആരെ ഫോൺ വിളിച്ചാലും മിണ്ടിയാലും അയാൾക്കെന്താ അധികാരം കാണിക്കുന്നത് കണ്ടാൽ തോന്നും ഞാൻ അങ്ങേരുടെ കെട്ടിയോളാണെന്ന്. കൊരങ്ങ മഴപ്പാറ്റ്. പക്ഷേ ആള് പാവമല്ല പാവാടാ. നിരൂപമാനെ മുഹൂർത്തം കൊച്ചു കിട്ടിയോ? ആ കിട്ടി. എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. ഡോ, ആ ലൈറ്റ് അങ്ങോട്ട് വലിച്ചു കെട്ട്. മുഹൂർത്തം ഇതാണെങ്കിൽ ഇത് നടക്കാതെ പറ്റില്ലല്ലോ. കുട്ടികൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? ആ ബ്യൂട്ടീഷ്യൻ വരാൻ താമസിച്ച സീമേ, ഇപ്പൊ വരും. എവിടെ അവന്മാരെവിടെ? ആ, നിരൂപ റെഡിയായി. നിരഞ്ജൻ ഇപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിപ്പ. ആഹാ, ബെസ്റ്റ്. ബാക്കി അവന്റെ കല്യാണത്തിന് ഒരുങ്ങാന്ന് പറ. ഇപ്പൊ ചേട്ടന്റെ എൻഗേജ്മെന്റ് നടക്കട്ടെ. നിരഞ്ജൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് സിദ്ധാർത്ഥന്റെ സ്ഥാനത്ത് എന്റെ നിരഞ്ജനായനെ, കുക്കുവിന്റെ ചെറുക്കനായിട്ട്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിമ്മി ഞാൻ. കൊച്ചിലുള്ള സ്നേഹമൊക്കെ വലുതാകുമ്പോൾ പിള്ളേരുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ലല്ലോ സീമേ. ഇതാവും വിധി. ഞാനും ആഗ്രഹിച്ചിരുന്നു കുക്കുവിനെ നിനക്ക് തരാൻ. നിങ്ങൾ ഇത് എന്ത് ചെയ്യുവാ? സിദ്ധാർത്ഥ ഫാമിലി എത്തി. ആണോ? ഞാൻ പോയി നിരൂപനെ വിളിക്കട്ടെ. മാധുരി, ഇന്ന് ഏട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. നീ ഉണ്ടായിരുന്നെങ്കിൽ. ആ, കൂട്ടത്തിൽ കുക്കുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അവൾ പോകുന്നതിൽ ചെറിയ സങ്കടം തോന്നുന്നുണ്ട്. ബട്ട് പോകുന്നതാണ് നല്ലത്. അവളുടെ അഴിഞ്ഞാട്ട് നിൽക്കുമല്ലോ. നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഞാനങ്ങോട്ട് പോവാ. വൈകിട്ട് കാണാം. ലവ് യു ഡാ. നിരഞ്ജ, ഡാ മോനെ. ഡാ വരുന്ന വെച്ചാ. At night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. Yeah, I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. വന്ന സ്ഥിതിക്ക് പെൺകുട്ടികളെ വിളിച്ചോളൂ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്നാ പിന്നെ ചടങ്ങിലേക്ക് കിടക്കാം. 11-നും 11:30-ക്കുമാണ് മുഹൂർത്തം. ഈ നിൽക്കുന്ന
മംഗലശ്ശേരി വീട്ടിൽ ഡോക്ടർ ജീവൻ മേനോന്റെയും സീമ ജീവന്റെയും മൂത്ത മകൻ നിരൂപും ചെമ്പകശ്ശേരി വീട്ടിൽ ജയകുമാറിന്റെയും നിർമ്മല ജയകുമാറിന്റെയും മൂത്ത മകൾ സ്മൃതിയുടെ വിവാഹം ചിങ്ങമാസം 3-ാം തീയതി 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മോതിരം കൈമാറിക്കോളൂ. നിരഞ്ജനേട്ടാ, നമുക്കും വേണ്ടേ? ഈ നിൽക്കുന്ന പറവിൽ വീട്ടിൽ രാമനാഥന്റെയും അമ്പിളി രാമനാഥന്റെയും ഏറ്റവും ഇളയ മകൻ സിദ്ധാർത്ഥ് രാമനാഥനും ചെമ്പകശ്ശേരി വീട്ടിൽ ജയകുമാറിന്റെയും നിർമ്മല ജയകുമാറിന്റെയും ഇളയ മകൾ കൃതിക ജയകുമാറിന്റെ വിവാഹം ചിങ്ങമാസം 3-ാം തീയതി 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മോതിരം കൈമാറിക്കോളൂ. എന്തൊരു മഴയായത്! ഇതെന്താ പെട്ടെന്നൊരു മഴ? കുക്കുമോളെ, മോതിരിട്. ആ ഇടാം. കൈ നീട്ടടോ. ഈശ്വര, ഇതെന്താ എനിക്ക് പറ്റുന്നേ? നെഞ്ചിലൊരു വല്ലാത്ത ഭാരം പോലെ. കുക്കു, അവളിനി മറ്റൊരാൾക്ക് സ്വന്തം. നന്നായിരിക്കട്ടെ അവളെന്ന്. ഇനിയൊരു തെറ്റിലേക്ക് പോകാതിരിക്കട്ടെ. നിരഞ്ജനേട്ടാ, എന്താന്ന് നോക്ക്. എനിക്കിതെന്താ പറ്റുന്ന? എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്താ ഇങ്ങനെ? കുക്കു, സോറി കൃതിക. എന്താ? ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻ്റെ നമ്പർ കയ്യിലുണ്ടല്ലോ, ഇനിയെങ്കിലും ഒന്ന് ഫോൺ വിളിക്കണേ. അപ്പോൾ കുക്കു അവനെ വിളിക്കാറില്ലേ? വിളിക്കാം. നിരഞ്ജനേട്ടാ, വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. ഈ മഴപ്പാറ്റ് എന്താ ഇങ്ങനെ? എന്നെ ഒന്ന് നോക്കുന്നത് കൂടിയില്ലല്ലോ. എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഒരു തലവേദന പോലെ. അത് ഈ ആളും ബഹളമൊക്കെ കാരണമാവും. നീ വേണേല് വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് ചെയ്യും. ശരി ഏട്ടാ. അവന് തലവേദന വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ മീനാക്ഷി സ്വൈര്യം കൊടുത്തിട്ടില്ല അവന്. അതിനെ കൊണ്ട് ഞാൻ തോറ്റു സ്മൃതി. അതെ, നമുക്കിപ്പോ ഒഫീഷ്യലായിട്ട് ലൈസൻസ് കിട്ടി. ഇനിയിപ്പോ എവിടെ വേണേലും പോകാം. ചെറിയ ചെറിയ മധുര സമ്മാനങ്ങളാവാം. ഒന്ന് പോയേട്ടാ. നിന്നെ ഞാൻ എടുത്തോളാം. എനിക്കെന്താ ദൈവമേ ഈ പറ്റുന്നത്? കുക്കു അവള് മറ്റൊരാളുടേതാവുന്നത് എനിക്കെന്താ ഇത്രയും വേദനിക്കുന്നത്? ചിലപ്പോ ഇനി സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയില്ലല്ലോ. അതാവും. അതായിരിക്കും. തലയാണേലും പെരുക്കോ. കുക്കു എന്നെ നോക്കിയ നോട്ടം സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പോ ഇനി കല്യാണത്തിന് കാണാം ഭാവി ഭാര്യ. അല്ല, നിരഞ്ജന എവിടെ? അച്ഛാ, അവന് നല്ല തലവേദന, അതുകൊണ്ട് അവൻ കിടക്കുക. അവൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? അറിയില്ല അമ്മ, ഞാൻ പോയി വിളിക്കാം. ചേച്ചി, ഞാൻ പോയി വിളിക്കാം. ചേച്ചി ഏട്ടൻ്റെ അടുത്ത് നിന്നോ. ശരി മോളെ. എങ്കിൽ പിന്നെ ഇനി കഴിക്കാനുള്ളവരിരുന്നു കേട്ടോ. ഡോക്ടറെ,
ഡോക്ടറെ, ഈ ചേച്ചി ആരാ? ഇതിനെന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? ഡോക്ടറെ, എനിക്ക് ഫുഡ് കഴിക്കാം. ഏട്ടാ, നിരഞ്ജനേട്ടാ, എന്ത് കിടപ്പായത് ഏട്ടാ? എഴുന്നേക്ക്, തലവേദന കുറഞ്ഞോ? വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മധു, മാധുരി, മാധുരിയോ? ഞാൻ നിന്നെ എത്രമാത്രം മിസ് ചെയ്തു എന്നറിയോ? ഐ ലവ് യു മധു. ഐ മിസ് യു സോ മച്ച്.